ലജ്ജയും അപമാനവും നിമിത്തം തല താഴ്ത്തിപ്പോകുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ യോവേൽ പ്രവചനം 2-ാം അധ്യായം 26-ാം വാക്യം, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതെ, ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല, അമ്പരന്ന് പോകുകയുമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. സങ്കീർണതകൾ ഒത്തിരിയുണ്ട്, പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട്, നിരാശകൾ ഒത്തിരിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത അവസരങ്ങളും സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ സർവശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ലജ്ജിച്ചു പോകുകയില്ല. അതെ, ദൈവവചനത്തിൽ നമുക്ക് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ പ്രസക്തമായൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്, സാഹചര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും ബലം കൊണ്ടും കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ഒരു കാരണവശാലും ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദ് ജയിക്കേണ്ടുന്നതല്ല. എന്നാൽ സർവശക്തനാകുന്ന ദൈവം തന്നോട് കൂടെ ഇരുന്നപ്പോൾ ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ ജയം പ്രാപിപ്പാനിടയായിത്തീർന്നു. അതുപോലെ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന അനേക പ്രശ്നങ്ങളുടെ നടുവിൽ നാം ഒരിക്കലും ജയിക്കേണ്ടുന്നവരല്ല. പല രോഗങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തി കളയത്തക്കവണ്ണം, ഇല്ലായ്മ ചെയ്ത് കളയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന് നേരെ ഉയർന്നു വരുന്നതാണ്. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, ഇവയൊക്കെയും നമ്മളെ ചോർത്തിക്കളയുവാൻ തക്കവണ്ണം വളരെ പ്രതികൂലങ്ങളുമായി നമുക്ക് നേരെ കടന്നു വരുന്നതാണ്. എന്നാൽ ഒരു ദൈവവചനം ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്, ഒരു നാളും ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനം ലജ്ജിച്ചു പോകുകയില്ല. അതെ, ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായാൽ ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം ഇടവരുത്തത്തില്ല. അതെ, 119-ാം സങ്കീർത്തനം അതിൻ്റെ 6-8 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അതിനെ സൂക്ഷിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ജീവിതത്തിൻ്റെ ഒത്തിരി തകർച്ചകൾ നമ്മുടെ മുമ്പിലുണ്ടാകാം. പലപ്പോഴും പിന്മാറ്റവും നിരാശയും നമ്മെ ബാധിച്ചുവെന്നും വരാം. എന്നാൽ നിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അതെ, ദൈവവചനത്തിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ പീഡനങ്ങളും കഷ്ടങ്ങളും നിരാശകളും വേദനകളും ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ തന്നെ കഷ്ടതകളുടെ നടുവിലെല്ലാം ജയം പ്രാപിക്കത്തക്കവണ്ണം ദൈവസാന്നിധ്യം അവരോട് കൂടെയിരുന്നു. കാരാഗ്രഹത്തിൻ്റെ നടുവിൽ, തീയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. രോഗങ്ങളുടെയും പീഡകളുടെയും തകർച്ചകളുടെയും നടുവിൽ ദൈവം അവരെ സഹായിപ്പാനിടയായി തീർന്നു. അതെ, ഇന്ന് വിശ്വാസത്തോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ദൈവസഹായം എപ്പോഴും നമ്മോട് കൂടെയിരിക്കും.